ഹലോ എവ്രി വൺ, വെൽക്കം ടു ഇൻഫിനിറ്റി. ഒരു റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആകുന്നത് എപ്പോഴാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഒരു റിലേഷൻ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആണെങ്കിൽ ആ റിലേഷൻ നമുക്ക് ഈക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കാം. സോ റിഫ്ലെക്സിവിൻ്റെ കണ്ടീഷൻ ഇതാണ്: ഓർഡേറ്റ് പെയർ എ എ ബിലോങ്സ് ടു ആർ ഫോർ എവറി എ ബിലോങ്സ് ടു എ. സെറ്റ് എയിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. ദെൻ സിമെട്രിക് ആണെങ്കിൽ ഈഫ് എ ബി ബിലോങ്സ് ടു ആർ, ദെൻ ബി എ ബിലോങ്സ് ടു ആർ ആയിരിക്കണം. എയും ബിയും റിലേറ്റഡ് ആണെങ്കിൽ തിരിച്ച് ബിയും എയും റിലേറ്റഡ് ആയിരിക്കണം. ദെൻ ട്രാൻസിറ്റിവിറ്റിയുടെ കണ്ടീഷൻ ഇതാണ്: എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ, ദെൻ എ സി ബിലോങ്സ് ടു ആർ. എയും ബിയും റിലേറ്റഡ് ആണ്, ദെൻ നടുക്കുള്ള എലമെൻറ്റ് ബിയും സിയും റിലേറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എയും സിയും റിലേറ്റഡ് ആയിരിക്കണം. സോ നമുക്കൊരു ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് ഈ റിലേഷൻ നമുക്ക് നോട്ട് ചെയ്യാം. റിലേഷൻ റിഫ്ലെക്സീവ് ആണെങ്കിൽ ഏതൊരു എലമെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു എലമെൻറ്റ് എ ഉണ്ടെങ്കിൽ അത് അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. ഏതൊരു എലമെൻറ്റ് എടുത്താലും അതിനോട് തന്നെ റിലേറ്റഡ് ആവുകയാണെങ്കിൽ റിഫ്ലെക്സീവ് ആണ്. സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ ഇതാണ്: എ ബി രണ്ട് എലമെൻറ്റ്സ്, ഈഫ് എ ആൻഡ് ബി ആർ റിലേറ്റഡ്, എയും ബിയും റിലേറ്റഡ് ആണെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ച് ബിയും എയും റിലേറ്റഡ് ആയിരിക്കണം. എയും ബിയും റിലേറ്റഡ് ആണെങ്കിൽ തിരിച്ച് ബിയും എയും റിലേറ്റഡ് ആയിരിക്കണം. ട്രാൻസിറ്റിവിറ്റിയുടെ കണ്ടീഷൻ ഇതാണ്: മൂന്ന് എലമെൻറ്റ്സ് എയും ബിയും സിയും ഉണ്ട്. എയും ബിയും റിലേറ്റഡ് ആണ് ആൻഡ് ബിയും സിയും റിലേറ്റഡ് ആണ്. ഇങ്ങനെ കണ്ടീഷൻ ഉണ്ട് എങ്കിൽ, എയും ബിയും റിലേറ്റഡ്, ബിയും സിയും റിലേറ്റഡ് ആണെങ്കിൽ നിർബന്ധമായിട്ടും എയും സിയും റിലേറ്റഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ട്രാൻസിറ്റീവ് ആകുന്നുള്ളൂ. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഒരു റിലേഷൻ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് അല്ലാതാകുന്നത് എന്നാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. റിഫ്ലെക്സീവ് കണ്ടീഷൻ എ എ ബിലോങ്സ് ടു ആർ ആയിരിക്കണം ഫോർ എവറി എ ബിലോങ്സ് ടു ആർ. പക്ഷേ നമുക്കൊരു എ ഉണ്ട്, അത് അതിനോട് തന്നെ റിലേറ്റഡ് അല്ലാത്ത ഒരു എലമെൻ്റ് ഉണ്ടെങ്കിൽ, എ ഈസ് നോട്ട് റിലേറ്റഡ്, എ അതിനോട് തന്നെ റിലേറ്റഡ് അല്ല എങ്കിൽ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല. ദെൻ സിമെട്രിക് അല്ലാതിരിക്കണമെങ്കിൽ എയും ബിയും റിലേറ്റഡ് ആണ്, എയും ബിയും റിലേറ്റഡ് ഉണ്ട്, പക്ഷേ ബിയും എയും റിലേറ്റഡ് അല്ല. അങ്ങനെയാണെങ്കിൽ അത് സിമെട്രിക് അല്ല. ട്രാൻസിറ്റീവ് അല്ലാതാകുന്നത് എയും ബിയും റിലേറ്റഡ് ആണ്, അതുപോലെ തന്നെ ബിയും സിയും റിലേറ്റഡ് ആണ്, പക്ഷേ എ സി ഇല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമാണ് ട്രാൻസിറ്റീവ് അല്ലാതാകുന്നത്. ട്രാൻസിറ്റീവിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു ഫൈനൈറ്റ് റിലേഷനാണ്. ആർ ഈക്വൽ ടു ഓർഡേറ്റ് പെയർ 1 1 2 2 3 3 1 2. റിഫ്ലെക്സീവ് ആണ്. റിഫ്ലെക്സീവ് ആണെങ്കിൽ സെറ്റ് എയിലെ എല്ലാ എലമെൻറ്റും അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. 1 1 റിലേറ്റഡ് ആണ്, 2 2 തന്നെ റിലേറ്റഡ് ആണ്, 3 3 തന്നെ റിലേറ്റഡ് ആണ്. സോ ഈ റിലേഷൻ്റെ റിഫ്ലെക്സീവ് റിലേഷനാണ്. സിമെട്രിക് ആണോ? സിമെട്രിക് വയലേഷൻ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? 1 2 ഉണ്ട്, പക്ഷേ 1 2 കറസ്പോണ്ടിങ് ആയിട്ട് 2 1 ഇല്ല. സോ റിലേഷൻ സിമെട്രിക് അല്ല. 1 2 ബിലോങ്സ് ടു ആർ, ബട്ട് 2 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. അതുകൊണ്ട് റിലേഷൻ സിമെട്രിക് അല്ല. ദെൻ ഈ റിലേഷൻ റിഫ്ലെക്സീവ്, സിമെട്രിക്, റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടി, സിമെട്രിക് അല്ല എന്ന് കിട്ടി. ട്രാൻസിറ്റീവ്, ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ എന്താണ് നമ്മൾ പഠിച്ചത്? എയും ബിയും റിലേറ്റഡ് ആണ് ആൻഡ് ബിയും സിയും റിലേറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രം എയും സിയും റിലേറ്റഡ് ആയാൽ മതി. സോ നമ്മളിവിടെ നോക്കുമ്പോൾ 1 2 റിലേറ്റഡ് ആണ്, പക്ഷേ നമുക്ക് ഈ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഫോമിലുള്ള എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. സോ ഈ റിലേഷൻ ട്രാൻസിറ്റീവ് തന്നെയാണ്. ഓക്കെ, നോക്കുക. എയും ബിയും റിലേറ്റഡ് ആണ്, ബിയും സിയും റിലേറ്റഡ് ആണ്. അങ്ങനെയുള്ള എലമെൻറ്റ് ഉണ്ട് എങ്കിൽ എയും സിയും റിലേറ്റഡ് ആകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്നില്ല. സോ ഈ റിലേഷൻ ട്രാൻസിറ്റീവ് റിലേഷനാണ്. ജനറൽ ആയിട്ടൊരു എക്സാമ്പിൾ നോക്കാം. റിലേഷൻ ഡിഫൈൻഡ് ഓൺ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്. സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിലാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റിലേഷൻ ഇതാണ്: എക്സും വൈയും റിലേറ്റഡ് ആണെങ്കിൽ എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന ഒരു ഇൻഡിജർ ആയിരിക്കും. സോ റിലേഷൻ പ്രത്യേകം നോട്ട് ചെയ്യുക. എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന ഒരു ഇൻഡിജർ ആണെങ്കിൽ എക്സും വൈയും റിലേറ്റഡ് ആണ് എന്നാണ് റിലേഷൻ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ആദ്യം റിഫ്ലെക്സിവിറ്റീൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്. റിഫ്ലെക്സീവ് ആണെങ്കിൽ ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യേണ്ടത് സെറ്റ് എയിലെ എല്ലാ എലമെൻറ്റും അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. സോ നമ്മൾ റിലേഷൻ ലഭിച്ചിരിക്കുന്നത് ഇൻഡിജേഴ്സിലാണ്. സോ ഫോർ എവറി എക്സ് ബിലോങ്സ് ടു സെറ്റ് എന്താണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? എക്സ് മൈനസ് എക്സ് എന്താണെന്ന് നോക്കാം. എക്സ് മൈനസ് എക്സ്, എക്സ് എക്സിനോട് തന്നെ റിലേറ്റഡ് ചെയ്യുന്നുണ്ടോ എന്ന്. എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ ആണെന്ന് നോക്കാം. എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എക്സ് വൈ റിലേറ്റഡ് ആണെങ്കിൽ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ ആയിരിക്കണം. സോ എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് 0 ആണ്, അതൊരു ഇൻഡിജർ ആണ്. സോ എക്സിൻ്റെയും ഡിഫറൻസ് ഒരു ഇൻഡിജർ ആണ്. സോ ഇംപ്ലൈസ് നമുക്ക് പറയാം എക്സും എക്സും റിലേറ്റഡ് ആണ്. ദാറ്റ് ഈസ് റിഫ്ലെക്സീവ്, റിഫ്ലെക്സീവ് ആണെന്ന് പറയാം. ദാറ്റ് സെക്കൻഡ് വൺ സിമെട്രി ആണ്. സിമെട്രിയുടെ കണ്ടീഷൻ അതാണ്: ഈഫ് ഓർഡേറ്റ് പെയർ എക്സ് വൈ ബിലോങ്സ് ടു ആർ. അത് എക്സും വൈയും റിലേറ്റഡ് ആണ്. എക്സും വൈയും റിലേറ്റഡ് ആണെങ്കിൽ തിരിച്ച് വൈയും എക്സും റിലേറ്റഡ് ആണ് എന്നാണ് കാണിക്കാൻ പോകുന്നത്. എക്സും വൈയും റിലേറ്റഡ് ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ എക്സും വൈ റിലേറ്റഡ് ആണെങ്കിൽ ഏതൊക്കെ എലമെൻറ്റ്? എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ ആയിരിക്കും. എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന ഒരു ഇൻഡിജർ ആണെങ്കിൽ അതിന് നേരെ നെഗറ്റീവും ഒരു ഇൻഡിജർ തന്നെയായിരിക്കും. ഇംപ്ലൈസ് വൈ മൈനസ് എക്സും ഒരു ഇൻഡിജർ ആണ്. നമ്മൾ പറഞ്ഞത് എക്സ് മൈനസ് വൈ ഇൻഡിജർ ആണെങ്കിൽ എക്സും വൈ റിലേറ്റഡ് ആണ്. ഇനി വൈ മൈനസ് എക്സ് റിലേറ്റഡ് ആണെങ്കിൽ, വൈ മൈനസ് എക്സ് ഒരു ഇൻഡിജർ ആണെങ്കിൽ ഏതൊക്കെയായിരിക്കും റിലേറ്റഡ് ആയിട്ട് വരിക? ഇംപ്ലൈസ് വൈയും എക്സും ആയിരിക്കും റിലേറ്റഡ്. വൈ എക്സ് ബിലോങ്സ് ടു ആർ ആണ്. വൈയും എക്സും റിലേറ്റഡ് ആണ്. വൈയും എക്സും റിലേറ്റഡ്. എക്സ് വൈ ബിലോങ്സ് ടു ആറിൽ സ്റ്റാർട്ട് ചെയ്തു, വൈ എക്സ് ബിലോങ്സ് ടു ആറിൽ നമ്മളെത്തി.
Therefore, R is symmetric. Then third condition transitivity ആണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ട്രാൻസിറ്റിവിറ്റിയുടെ കണ്ടീഷൻ ഇഫ് എക്സും വൈയും റിലേറ്റഡ് ആണ് ആൻഡ് വൈയും സെഡും റിലേറ്റഡ് ആണ്. ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടത്? എക്സും സെഡും റിലേറ്റഡ് ആണ് എന്ന് കാണിച്ചാൽ മതി. സോ ബൈ ഡെഫിനിഷൻ എക്സും വൈയും റിലേറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മീൻ ചെയ്യുന്നത് എക്സ് മൈനസ് വൈ ഒരു ഇൻഡിജർ ആണ് എന്നാണ്. ആൻഡ് വൈയും സെഡും റിലേറ്റഡ് ആണെങ്കിൽ വൈ മൈനസ് സെഡും ഒരു ഇൻഡിജർ ആയിരിക്കും. നമുക്കറിയാം രണ്ട് ഇൻഡിജേഴ്സ്, അവയുടെ സമ്മ് എന്ന് പറയുന്നത് വീണ്ടും ഒരു ഇൻഡിജർ ആയിരിക്കും. അതായത് എക്സ് മൈനസ് വൈ ഒരു ഇൻഡിജറാണ്, അതുപോലെ തന്നെ വൈ മൈനസ് സെഡും ഒരു ഇൻഡിജറാണ്. അവയുടെ സമ്മും ഒരു ഇൻഡിജർ ആയിരിക്കും. സോ നോക്കുക, മൈനസ് വൈ പ്ലസ് വൈ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, ബാക്കി ഉണ്ടാവുക എക്സ് മൈനസ് സെഡ് ആണ്. സോ ദാറ്റ് മീൻസ് എക്സ് മൈനസ് സെഡ് ഒരു ഇൻഡിജർ ആണെന്നാണ് കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നത്. എക്സും വൈയും എക്സ് മൈനസ് വൈ ഒരു ഇൻഡിജർ ആണെങ്കിൽ എക്സും വൈ റിലേറ്റഡ് ആണ്. എക്സ് മൈനസ് സെഡ് ഒരു ഇൻഡിജർ ആണെങ്കിൽ ഏതൊക്കെ എലിമെന്റ്സ് ആയിരിക്കും റിലേറ്റഡ് ആയിട്ട് വരിക? എക്സും സെഡും ആയിരിക്കും റിലേറ്റഡ് ആയിരിക്കുക. സോ നമ്മൾ ട്രാൻസിറ്റിവിറ്റി ആണ് പ്രൂവ് ചെയ്ത് ഇംപ്ലൈസ് ആർ ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടി. സോ റിലേഷൻ റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ റിലേഷൻ ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ. നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങളാണ് അടുത്ത് കാണാൻ പോകുന്നത്. ഒരു റിലേഷൻ തന്നിരിക്കുന്നു. റിലേഷൻ റോസ്റ്റർ ഫോമിൽ നമ്മൾ ആദ്യം എഴുതണം. ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം ആണ് ഓർഡേറ്റ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു എക്സ് മൈനസ് വൺ. റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1 മുതൽ 6 വരെയുള്ള സെറ്റിലാണ്. സോ വൈ ഈക്വൽ ടു എക്സ് മൈനസ് വൺ. സോ റിലേഷൻ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാം. എക്സിൻ്റെ വാല്യൂ 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും? വൈ ഈക്വൽ ടു 2 ഇൻറ്റു 1 മൈനസ് 1. 2 ഇൻറ്റു 1 2 മൈനസ് 1 1 1 1 റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും? വൈ ഈക്വൽ ടു 2 ഇൻറ്റു 2 4 മൈനസ് 1 3. എക്സ് 3 ആകുമ്പോൾ വൈയുടെ വാല്യൂ 3 ഇൻറ്റു 2 6 മൈനസ് 1 5. ദെൻ എക്സ് 4 ആകുമ്പോൾ 4 ഇൻറ്റു 2 8 മൈനസ് 1 7. അപ്പോൾ 4 7 എന്ന് വരും. നോക്കുക, നമ്മുടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1 മുതൽ 6 വരെ സെറ്റില്ല. 4 7 അതുകൊണ്ട് പോസിബിൾ അല്ല. ഇതായിരിക്കും നമ്മുടെ വേണ്ട റിലേഷൻ. ദെൻ റോസ്റ്റർ ഫോമിൽ എഴുതിയിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്ന പെയറിലെ ഫസ്റ്റ് എലമെൻറ്റ്സ് ആണ്. പെയറിലെ ഫസ്റ്റ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഡൊമൈൻ 1 2 3 എന്ന് കിട്ടും. ആൻഡ് റേഞ്ച് പെയറിലെ സെക്കൻഡ് എലമെൻറ്റ്സിൻ്റെ കളക്ഷൻ 1 3 5. ദെൻ അടുത്ത ചോദ്യം, ഇസ് ദിസ് ആൻ ഈക്വലൻസ് റിലേഷൻ? ഈക്വലൻസ് റിലേഷൻ ആണെങ്കിൽ റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് ആണ്. ഇത് റിഫ്ലെക്സീവ് ആണോ? റിഫ്ലെക്സീവ് ആണെങ്കിൽ 1 1 2 2 3 3 6 6 വരെ ഉണ്ടാകും. നമുക്ക് സിമ്പിളായിട്ട് പറയാം 2 2 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ആർ നോട്ട് റിഫ്ലെക്സീവ്. അതുകൊണ്ട് തന്നെ ഇതൊരു ആർ നോട്ട് ഈക്വലൻസ് റിലേഷൻ. ഓക്കെ. ദെൻ ഇത് സിമെട്രിക് ആണോ? 2 3 ഉണ്ട്, പക്ഷേ 3 2 ഇല്ല. 2 3 ബിലോങ്സ് ടു ആർ ആണ്. ബട്ട് 3 2 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് നോട്ട് എ സിമെട്രിക് റിലേഷൻ. ഓക്കെ. ദെൻ ഇത് ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവിറ്റിയുടെ കണ്ടീഷൻ എപ്പോഴെങ്കിലും വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? അതായത് ഒരു എലമെൻറ്റിൽ എൻഡ് ചെയ്യുന്നു, അതേ എലമെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എലമെൻറ്റ്സ് ഉണ്ടോ നോക്കുക. സോ 2 3 ബിലോങ്സ് ടു ആർ ആൻഡ് 3 5 ബിലോങ്സ് ടു ആർ. എന്തുണ്ടാവണം? 2 5 ഉണ്ടാവണം. ബട്ട് 2 5 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് നോട്ട് എ ട്രാൻസിറ്റീവ് റിലേഷൻ. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. RBA relation on set 1 2 3 defined by ordered pair 1 1 1 3 3 3. Then the ordered pair to be added to R to make it a reflexive relation. Reflexive relation ആണെങ്കിൽ 1 1 2 2 3 3 ഫോമിലുള്ള എല്ലാ എലമെൻറ്റും ഉണ്ടാവണം. സോ നമുക്കിവിടെ 1 1 ഉണ്ട്, 3 3 ഉണ്ട്. എന്താണ് മിസ്സിംഗ് ആയിട്ടുള്ളത്? 3 3 2 2 മിസ്സിംഗ് ആണ്. 2 2 മിസ്സിംഗ് ആണ്. അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് റിഫ്ലെക്സീവ് റിലേഷൻ ആകുമായിരുന്നു. സോ 2 2 ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരൊറ്റ പെയർ ഓഫ് എലമെൻ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. സോ ആൻസർ 1 ആയിരിക്കും. Check the relation are defined by 1 2 3 4 5 given by ordered pair xy such that 3x minus y equal to 0. സോ റിലേഷൻ നമുക്ക് റോസ്റ്റർ ഫോമിലേക്ക് ആദ്യം ഒന്ന് മാറ്റി എഴുതണം. സോ റിലേഷൻ്റെ അകത്ത് 3x മൈനസ് വൈ ഈക്വൽ ടു 0. ഇതാണ് റിലേഷൻ. രണ്ട് എലമെൻറ്റ്സ് എക്സും വൈ നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത് 3x മൈനസ് വൈ 0 ആണ്. സോ അതിനെ നമുക്ക് മാറ്റി y ഈക്വൽ ടു 3x എന്ന് എഴുതാം. ദെൻ ഈ റിലേഷൻ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പോവാണ്. ആർ ഈക്വൽ ടു റോസ്റ്റർ ഫോം എന്താ വരിക? എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ വൈയുടെ വാല്യൂ y ഈക്വൽ ടു 3x ആണ്. y ഈക്വൽ ടു 3x. സോ എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ 3 ഇൻറ്റു 1. സോ 3. ദെൻ എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ 3 ഇൻറ്റു 2 6. എക്സിൻ്റെ വാല്യൂ 3 ആകുമ്പോൾ വൈയുടെ വാല്യൂ 3 ഇൻറ്റു 3 9. എക്സിൻ്റെ വാല്യൂ 4 ആകുമ്പോൾ വൈയുടെ വാല്യൂ 12. എക്സിൻ്റെ വാല്യൂ 5 ആകുമ്പോൾ വൈയുടെ വാല്യൂ 15. പക്ഷേ ശ്രദ്ധിക്കുക, സെറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, സെറ്റ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1 മുതൽ 14 വരെയുള്ള സെറ്റാണ്. സോ ഇതായിരിക്കും നമ്മുടെ റിലേഷൻ. ദെൻ ഇതൊരു റിഫ്ലെക്സീവ് റിലേഷൻ ആണോ? റിഫ്ലെക്സിവിറ്റിയുടെ കണ്ടീഷൻ 1 1 2 2 എല്ലാം ഉണ്ടാവണം. സോ റിഫ്ലെക്സീവ് അല്ല. 1 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് നോട്ട് എ റിഫ്ലെക്സീവ് റിലേഷൻ. ദെൻ ഇത് സിമെട്രിക് ആണോ? 1 3 ബിലോങ്സ് ടു ആർ ബട്ട് 3 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് നോട്ട് എ സിമെട്രിക് റിലേഷൻ. ദെൻ ഇത് ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റിവിറ്റി വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? നോക്കുക, ഏതെങ്കിലും എലമെൻറ്റ് എൻഡ് ചെയ്യുന്നു, അതേ എലമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫോമിലുള്ള എലമെൻ്റ് ഉണ്ടോ?
1 3 ഉണ്ട്, അതുപോലെ തന്നെ ആൻഡ് 3 9 ബിലോങ്സ് ടു ആർ. ബട്ട് എന്തില്ല? ബട്ട് 1 9 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് നോട്ട് എ ട്രാൻസിറ്റീവ് റിലേഷൻ. ഓക്കെ, അടുത്ത ചോദ്യം കൺസിഡർ ചെയ്യുക. ഗിവൺ ദ റിലേഷൻ R1 ഓർഡേറ്റ് പെയർ എ ബി സച്ച് ദാറ്റ് എ ബി ബിലോങ്സ് ടു എ. സെറ്റ് എയിലുള്ള എലമെൻ്റ് ആണ് എയും ബിയും. ബി മൈനസ് എ കെ ആണ്. അതായത് ബി മൈനസ് എ ഈക്വൽ ടു കെ ആണെങ്കിൽ എയും ബിയും റിലേറ്റഡ് ആണ്. ഓക്കെ, സോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞിരിക്കുന്നത്, റിഫ്ലെക്സീവ് മീൻസ് എല്ലാ എലമെൻറ്റും അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. സോ നമുക്ക് എയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. എയും 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 റിലേറ്റഡ് ആണ്. ഓക്കെ, എയും എയും റിലേറ്റഡ് ആണ് മീൻസ് അതിൻ്റെ ഡിഫറൻസ് കെ ആയിരിക്കും. എ മൈനസ് എ ഈക്വൽ ടു കെ. എയുടെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആണ്. സോ കെയുടെ വാല്യൂ 0 ആയിരിക്കും. സോ കെ ഈക്വൽ ടു 0 ആണ് കറക്റ്റ് ആൻസർ. ഷോ ദാറ്റ് ദ റിലേഷൻ ഇതാണ്. എയും ബി റിലേറ്റഡ് ആണ്. ബി മൈനസ് എ 2 ആകുമ്പോഴാണ് മോഡുലസ് ഓഫ് ബി മൈനസ് എ ഈക്വൽ ടു 2 ഇംപ്ലൈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ആൻഡ് ബി ആർ റിലേറ്റഡ്. എയും ബിയും റിലേറ്റഡ് ആണെങ്കിൽ മോഡുലസ് ഓഫ് ബി മൈനസ് എയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, ദെൻ ഇതൊരു സിമെട്രിക് റിലേഷൻ ആണെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇഫ് സ്റ്റാർട്ട് ചെയ്യുന്നു, സിമെട്രിയുടെ കണ്ടീഷൻ ഇതാണ്. ഓർഡേറ്റ് പെയർ എ ബി ബിലോങ്സ് ടു ആർ. എയും ബിയും റിലേറ്റഡ് ആണെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ എത്തിച്ചേർക്കണം ബിയും എയും റിലേറ്റഡ് ആണെന്ന് കാണിക്കണം. ഓക്കെ, എയും ബിയും റിലേറ്റഡ് ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ നമുക്ക് എന്ത് പറയാം? എ ബിയും റിലേറ്റഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി എയും ബി റിലേറ്റഡ് മീൻസ് മോഡുലസ് ഓഫ് ബി മൈനസ് എ എന്ന് പറയുന്നത് 2 ആയിരിക്കും. മോഡുലസ് ഓഫ് ബി മൈനസ് എ 2 ആണെങ്കിൽ അതിൻ്റെ നേരെ തിരിച്ചിട്ടുള്ള മോഡുലസ് ഓഫ് എ മൈനസ് ബിയും, മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ അബ്സലൂട്ട് വാല്യൂ നെഗറ്റീവ് മാത്രമേ, നെഗറ്റീവിന് വരും കറസ്പോണ്ടിങ് പോസിറ്റീവ് വരും, അത്രയേ ഉള്ളൂ. സോ ബി മൈനസ് എ മോഡുലസ് 2 ആണെങ്കിൽ മോഡുലസ് ഓഫ് എ മൈനസ് ബിയും 2 തന്നെയായിരിക്കും. മോഡുലസ് ഓഫ് എ മൈനസ് ബി 2 അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും റിലേറ്റഡ് ആവുക? ബി മൈനസ് എയുടെ മോഡുലസ് 2 ആണെങ്കിൽ എയും ബിയും റിലേറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബിയുടെ മോഡുലസ് 2 ആണെങ്കിൽ ദാറ്റ് മീൻസ് ബിയും എയും റിലേറ്റഡ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് സിമെട്രിക് ആണെന്നാണ് പ്രൂവ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ റിലേഷൻ. ഷോ ദാറ്റ് ആർ ഇസ് എൻ ഈക്വലൻസ് റിലേഷൻ. ഇതൊരു ഈക്വലൻസ് റിലേഷൻ ആണോ? ഫസ്റ്റ് റിഫ്ലെക്സിവിറ്റി 1 മുതൽ 3 വരെയുള്ള സെറ്റിലാണ് റിലേഷൻ ഫീച്ചറിൽ 1 ഉണ്ട്, 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. ദാറ്റ് മീൻസ് ഡെഫിനേഷൻ എഴുതാം. ഫോർ എവറി എ ബിലോങ്സ് ടു എ ബിലോങ്സ് ടു ആർ ആണ്. സോ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. ഓക്കെ, കണ്ടീഷൻ വയലേറ്റ് ചെയ്യപ്പെടുന്നില്ല. 1 1 2 2 3 3 3 എലമെൻസും റിലേഷനിലുണ്ട്. ദെൻ സെക്കൻഡ് വൺ സിമെട്രിക് ആണ്. സിമെട്രിക് കണ്ടീഷൻ എന്താണ്? ഇഫ് എ ബി ബിലോങ്സ് ടു ആർ ദെൻ നേരെ തിരിച്ചിട്ടുള്ള ബി എ ബിലോങ്സ് ടു ആർ ആയിരിക്കും. 1 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3 1 ഉണ്ട്, ദെൻ 1 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 1 2 2 3 3 ഇതെല്ലാം ഉണ്ട്. സോ റിലേഷൻ സിമെട്രിക് റിലേഷൻ ആണ്. ദെൻ ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റിവിറ്റി നോക്കുക. 1 3 ഉണ്ട്. 3 ലിസ്റ്റ് എൻഡ് ചെയ്യുന്ന നമ്പർ ഏതാണ്? 3യിൽ എൻഡ് ചെയ്യുന്നത് 3യിൽ എൻഡ് ചെയ്യുന്ന 1 3 ഉണ്ട്. അതിൻ്റെ 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 1 നോക്കുക. സോ 1 1 ഉണ്ടാണ്, 1 1 ഉണ്ട്. ദെൻ 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ എലമെൻ്റ് ഉണ്ട്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 3 ഉണ്ടാവണം, 1 2 ഉണ്ട്. ദെൻ 3 1 നോക്കുക, ഇതുപോലെ എലമെൻറ്റ്സ് ഉണ്ട്. സോ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവിൻ്റെ ഡെഫിനേഷൻ എഴുതി വെക്കുക. ദറ്റ് ഈസ് ഇഫ് എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ ആണ്. ഓക്കെ, ആ ഡെഫിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ ആയി. അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ഈക്വലൻസ് ക്ലാസ്സസ്. സോ ഈ റിലേഷൻ ഒരു ഈക്വലൻസ് റിലേഷൻ ആണ്. സോ ഈക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത് ഓരോ എലമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത എലമെൻസിൻ്റെ കളക്ഷനാണ്. സോ ഈക്വലൻസ് ക്ലാസ് ഓഫ് 1 എന്ന് പറയുന്നത് 1 റിലേറ്റ് ചെയ്തിരുന്ന എലമെൻസിൻ്റെ കളക്ഷൻ. 1 3 റിലേറ്റ് ചെയ്യുന്നത്. സോ 3 1 റിലേറ്റ് ചെയ്ത് 1 വരുന്നുണ്ട്. ദെൻ വേറെ ഏതെങ്കിലും എലമെൻറ്റ് 1 റിലേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ദെൻ അടുത്തത് 2ൻ്റെ ഈക്വലൻസ് ക്ലാസ് 2 റിലേറ്റ് ചെയ്തിരിക്കുന്നത് 2 റിലേറ്റ് ചെയ്തിരിക്കുന്നത് 2 മാത്രമാണ്. സോ ഈക്വലൻസ് ക്ലാസ് ഓഫ് 2 എന്ന് പറയുന്നത് 2 മാത്രമാണ്. ഈക്വലൻസ് ക്ലാസ് ഓഫ് 3 എന്ന് പറയുന്നത് 3 റിലേറ്റ് ചെയ്തിരിക്കുന്ന എലമെൻസ് 3 റിലേറ്റ് ചെയ്തിട്ടുണ്ട്, 3 1 റിലേറ്റ് ചെയ്യുന്നത്. സോ 1 3 ഇതായിരിക്കും കറസ്പോണ്ടിങ് ഈക്വലൻസ് ക്ലാസ്. അടുത്ത ചോദ്യം, ലെറ്റ് ആർ ബി ദ റിലേഷൻ ഓൺ സെറ്റ് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് ഡിഫൈൻഡ് ബൈ ആർ ഈക്വൽ ടു ഓർഡേറ്റ് ബൈ എ ബി സച്ച് ദാറ്റ് 2 ഡിവൈഡ്സ് എ മൈനസ് ബി. 2 എ മൈനസ് ബിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. റിലേഷൻ 2 ഡിവൈഡ്സ് എ മൈനസ് ബി. ഓക്കെ, ഡിവൈഡ്സിൻ്റെ നൊട്ടേഷൻ ആണ്. 2 ഡിവൈഡ്സ് എ മൈനസ് ബി ആണെങ്കിൽ നമുക്ക് പറയാം എയും ബിയും റിലേറ്റഡ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ആയിരിക്കും റിലേറ്റഡ് ആവുക എന്നാണ് ചോദ്യം. 2 ഡിവൈഡ്സ് എ മൈനസ് ബി, അതായത് രണ്ട് നമ്പർ ഡിഫറൻസിനെ 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 2ൻ്റെ 4ൻ്റെ ഡിഫറൻസ് അതിനെ 2 ഡിവൈഡ് ചെയ്യും. 3ൻ്റെ 8ൻ്റെ ഡിഫറൻസ് ഓടാണ്. സോ 2 ഡിവൈഡ് ചെയ്തില്ല. 8ൻ്റെ 7ൻ്റെ ഡിഫറൻസ് ഓട് ഡിവൈഡ് ചെയ്യില്ല. ഇതും ഓട് ഡിവൈഡ് ചെയ്തില്ല. ദെൻ സെക്കൻഡ് പാർട്ട് ചോദ്യം ഇതാണ്, ഇതൊരു ഈക്വലൻസ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം.
ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് റിഫ്ലെക്സീവ് റിലേഷൻ ആണെന്ന് ചെക്ക് ചെയ്യേണ്ടത്. റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷൻ ഇതാണ്: ഫോർ എവറി എ ബിലോങ്സ് ടു സെറ്റ് സെഡ്, അത് അതിനോട് തന്നെ റിലേറ്റഡ് ആണെന്ന് ചെക്ക് ചെയ്യേണ്ടത്. സോ എ മൈനസ് ബി എന്താ നോക്കാം. എ മൈനസ് ബിക്ക് വരെ ഇവിടെ എയും എയും റിലേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. സോ എ മൈനസ് എ ഈക്വൽ ടു 0 ആണ്. ഇംപ്ലൈസ് സീറോയിനെ 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 ഡിവൈഡ്സ് 0 ആണ്. ഇംപ്ലൈസ് 2 ഡിവൈഡ്സ് എ മൈനസ് എ ആണ്. 2 ഡിവൈഡ്സ് എ മൈനസ് എ, 2 ഡിവൈഡ്സ് എ മൈനസ് ബി ആണെങ്കിൽ എയും ബിയും റിലേറ്റഡ് ആണ്. 2 ഡിവൈഡ്സ് എ മൈനസ് എ ആണെങ്കിൽ നമുക്ക് പറയാം എയും റിലേറ്റഡ് ആണ്. ഫോർ എവറി എ ബിലോങ്സ് ടു സെഡ്, എ ബിലോങ്സ് ടു ആർ, ഇംപ്ലൈസ് ആർ റിഫ്ലെക്സീവ് ആണ്. എന്നിട്ട് നമ്മൾ സിമെട്രിയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സിമെട്രിയുടെ കണ്ടീഷൻ: ഇഫ് ഓർഡേഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ, നമുക്ക് ബി എ ബിലോങ്സ് ടു ആർ ആണോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, എയും ബിയും റിലേറ്റഡ് ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ എന്ത് പറയാം? എയും ബിയും റിലേറ്റഡ് ആണെങ്കിൽ 2 ഡിവൈഡ്സ് എ മൈനസ് ബി ആയിരിക്കും. ഓക്കെ, 2 എ മൈനസ് ബിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ നെഗറ്റീവിനെയും ഡിവൈഡ് ചെയ്യും. ദാറ്റ് മീൻസ് 2 ഡിവൈഡ്സ് നെഗറ്റീവായിട്ടുള്ള ബി മൈനസ് എനെ ഡിവൈഡ് ചെയ്യും. 2 ഡിവൈഡ്സ് എ മൈനസ് ബി ആണെങ്കിൽ എ ബി റിലേറ്റഡ് ആണ്. 2 ഡിവൈഡ്സ് ബി മൈനസ് എ ആണെങ്കിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ആയിരിക്കും റിലേറ്റഡ് ആയിട്ട് വരിക? ഇംപ്ലൈസ് 2 ഡിവൈഡ്സ് ബി മൈനസ് എ ആണെങ്കിൽ ബിയും എയും റിലേറ്റഡ് ആയിരിക്കും. സ്റ്റാർട്ട് ചെയ്തത് എയും ബി റിലേറ്റഡ് ആണ്, ഇവിടെ കിട്ടിയത് ബിയും എയും റിലേറ്റഡ് ആണ്. ഇംപ്ലൈസ് ആർ ഈസ് സിമെട്രിക് എന്നാണ് കിട്ടിയത്. ദെൻ ട്രാൻസിറ്റീവ് ഡെഫിനേഷൻ നോക്കാം. ഇഫ് എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ, നമ്മൾ എത്തിച്ചേർക്കേണ്ടത് എയും സിയും റിലേറ്റഡ് ആണ് എന്നാണ്. ഓക്കെ, ഇംപ്ലൈസ് എയും ബിയും റിലേറ്റഡ് ആണെങ്കിൽ ബൈ ഡെഫിനേഷൻ നമുക്ക് എന്ത് പറയാം? എയും ബിയും റിലേറ്റഡ് മീൻസ് എ മൈനസ് ബിനെ 2 ഡിവൈഡ് ചെയ്യും. 2 ഡിവൈഡ്സ് എ മൈനസ് ബി, ആൻഡ് ബിയും സി റിലേറ്റഡ് ആണ്. 2 ഡിവൈഡ്സ് ബി മൈനസ് സി ആയിരിക്കും. 2 എ മൈനസ് ബിനെയും ബി മൈനസ് സിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സമ്മിനെയും ഡിവൈഡ് ചെയ്യും. ദാറ്റ് മീൻസ് 2 ഡിവൈഡ്സ് എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി. ബിയും ബിയും ക്യാൻസൽ ചെയ്യാം, ബാക്കി ഉണ്ടാവുക 2 ഡിവൈഡ്സ് എ മൈനസ് സി. 2 എ മൈനസ് സിനെ ഡിവൈഡ് ചെയ്യുമെങ്കിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ആയിരിക്കും റിലേറ്റഡ് ആവുക? എയും സിയും. ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ. എയും സി റിലേറ്റഡ് ആണ്. എ ബി റിലേറ്റഡ് ആണ്, ബി സി റിലേറ്റഡ് ആണ്. നമുക്ക് കിട്ടിയത് എ സി റിലേറ്റഡ്. ഇംപ്ലൈസ് ആർ ഈസ് transitive. Reflexive, symmetric, and transitive implies this is an equivalence relation. Consider next question. Which of the following relation is an equivalence relation? 1 1 2 2 3 3. Obviously this is reflexive. Reflexive symmetric ആണ്, transitive ആണ്. ഓക്കെ, ശരിയാണ്. ദെൻ ഈക്വലൻസ് റിലേഷൻ ആണ്. സെക്കൻഡ് വൺ റിഫ്ലെക്സീവ് ആണ്. 1 1 2 2 3 3 ഉണ്ട്. 1 2 ഉണ്ട്, പക്ഷേ 2 1 ഇല്ല. സോ നോട്ട് സിമെട്രിക്, സോ നോട്ട് ആൻ ഈക്വലൻസ് റിലേഷൻ. ദെൻ ഇത് റിഫ്ലെക്സീവ് ആണ്. 1 1 2 2 ഇല്ല, സോ നോട്ട് റിഫ്ലെക്സീവ്. ഞാൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഫസ്റ്റ് വൺ. ദെൻ ആർ ഈക്വൽ ടു റൊട്ടേറ്റ് പേര് എക്സ് വൈ സച്ച് എക്സ് വൈ ബിലോങ്സ് ടു സെറ്റ് എക്സ് മൈനസ് വൈ ഇസ് ആൻ ഇൻറ്റിജർ. നമ്മൾ ഓൾറെഡി ചെയ്ത ചോദ്യമാണ്. ഇതൊരു ഈക്വലൻസ് റിലേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Set A equal to 1 2 3 and defined R equal to 1 1 2 2 3 3 1 3. Then the ordered pair to be added to R to make it a smallest equivalence relation. ഇപ്പോൾ ഇതിനെ നമുക്കൊരു ഈക്വലൻസ് റിലേഷൻ ആക്കണമെങ്കിൽ ഏതൊക്കെ എലമെൻറ്റ് ആഡ് ചെയ്യേണ്ടി വരും? ഇതൊരു റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. 1 1 2 2 3 3 ഉണ്ട്. ദെൻ 1 3 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 3 1 ഇല്ല. 3 1 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സിമെട്രിക് റിലേഷൻ ആകും. സിമെട്രിയും കൂടെ ആയിട്ടുണ്ടെങ്കിൽ ഇത് ട്രാൻസിറ്റിവിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യും. സോ ദിസ് റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ 3 1 കൂടെ ആഡ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിറ്റർമൈൻ വെദർ ദ റിലേഷൻ ഓൺ എ ഈക്വൽ ടു 1 2 3 4 5 6 ordered by x such that y is divisible by x is reflexive, symmetric and transitive. ഓക്കെ, റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് ആണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ എന്താണ് റിലേഷൻ നോക്കാം. റിലേഷൻ രണ്ട് എലമെൻറ്റ്സ് റിലേറ്റഡ് ആവുന്നത് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ്. ദാറ്റ് മീൻസ് അതിന് നമുക്ക് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് ഓർ എക്സ് ഡിവൈഡ്സ് വൈ ആണെങ്കിൽ എക്സ് ഡിവൈഡ്സ് ബൈ ഇംപ്ലൈസ് എക്സ് വൈ ബിലോങ്സ് ടു ആർ. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ വൈ ഡിവിസിബിൾ ബൈ എക്സ് ഇംപ്ലൈസ് വൈ ഡിവിസിബിൾ ബൈ എക്സ് ആണെങ്കിൽ എക്സും വൈയും റിലേറ്റഡ് ആണ്. അതേ കാര്യം തന്നെയാണ് എക്സ് ഡിവൈഡ്സ് വൈ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ റിലേഷൻ നമുക്കൊന്ന് റോസ്റ്റർ ഫോമിൽ എഴുതാം. കാരണം ഇതൊരു ഫൈനൈറ്റ് സെറ്റ് ആണ്. സോ ആർ ഈക്വൽ ടു ഫസ്റ്റ് സെറ്റ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റ് ഡിവൈഡ് ചെയ്യണം. സോ 1 1 റിലേറ്റഡ് ആയിരിക്കും. 1 1 ഡിവൈഡ് ചെയ്യുന്നുണ്ട്, 1 2 ഡിവൈഡ് ചെയ്യും. സോ എല്ലാ എലമെൻറ്റും അതിനെ തന്നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എഴുതാം 1 1 2 2 3 3 4 4 5 5 6 6. ഓക്കെ, ദെൻ അടുത്ത എലമെൻറ്റ് ഏതാ വരിക? ദെൻ നമുക്ക് 1 2 ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റ് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ സെക്കൻഡ് എലമെൻറ്റ് ഈസ് ഡിവിസിബിൾ ബൈ ഫസ്റ്റ് എലമെൻറ്റ്. രണ്ടും ഒരേ കാര്യമാണ്. സോ 1 ഡിവൈഡ്സ് 3, 1 ഡിവൈഡ്സ് 4, 1 ഡിവൈഡ്സ് 5, 1 ഡിവൈഡ്സ് 6. ദെൻ 2 ഡിവൈഡ്സ്
4, 2 ഡിവൈഡ് 6, ദെൻ 3 ഡിവൈഡ് 6. 3 എലമെൻറ്റ്സ് ആയിരിക്കും റിലേറ്റഡ് ആയിട്ടുണ്ടാവുക. ഓക്കെ, ദെൻ ഇതൊരു റിഫ്ലെക്സീവ് റിലേഷൻ ആണോ? ക്ലിയർലി എല്ലാ എലമെൻറ്റും 1 1 2 2 3 3 എല്ലാ എലമെൻറ്റ്സും 6 6 വരാണ്ട്. സോ ക്ലിയർലി റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്. 1 1 2 2 എല്ലാം ഉണ്ട്, 1 1 എക്സെട്ര 6 6 വരെ ഉള്ളതുകൊണ്ട് ഇതൊരു റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. സെക്കൻഡ് വൺ, സിമെട്രിക് റിലേഷൻ ആണോ? സിമെട്രിക് നോക്കുക, 1 2 ഉണ്ട്, തിരിച്ച് 2 1 ഉണ്ടോ? 1 2 ബിലോങ്സ് ടു ആർ, ബട്ട് 2 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ, ഇംപ്ലൈസ് നോട്ട് എ സിമെട്രിക് റിലേഷൻ. ദെൻ ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റിവിറ്റിയുടെ കണ്ടീഷൻ എ ബി ബി സി ഉണ്ടെങ്കിൽ എ സി ഉണ്ടാവണം. നോക്കുക, അങ്ങനെയുള്ള എല്ലാ എലമെൻസും ഉണ്ട്. 1 2 ഉണ്ട്, 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതെങ്കിലും എലമെൻ്റ് ഉണ്ടോ? 4 ഉണ്ട്. സോ 1 4ഉം നമുക്കുണ്ട്. ഓക്കെ, 1 4 ഉണ്ട്. ദെൻ ദെൻ 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന എലമെൻറ്റ് നോക്കുക, 3ൽ സ്റ്റാർട്ട് ചെയ്യും 1 3 ഉണ്ട്, 3ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 6 ഉണ്ട്. 1 6 ഉണ്ടോ? 1 6 ഉണ്ട്, 1 6 ഉണ്ട്. ദെൻ അത് സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. 1 4, 4ൽ സ്റ്റാർട്ട് ചെയ്യുന്ന എലമെൻറ്റ്സ് ഇല്ല. 4ൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ 1 4 1 4 അവിടെ ഉണ്ട്. ദെൻ 1 5, 5ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ എലമെൻറ്റ്സ് ഇല്ല. 1 6, 6ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ എലമെൻറ്റ്സ് ഇല്ല. സോ ദിസ് ഇസ് എ ട്രാൻസിറ്റീവ് റിലേഷൻ. ബൈ ഡെഫിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഴുതാം, ദിസ് ഇസ് എ ട്രാൻസിറ്റീവ് റിലേഷൻ. Then consider the relation R in the set n of natural numbers defined as R equal to ordered pair AB such that AB is a factor of 6. എ ഇൻറ്റു ബി എന്ന് പറയും, എൻ്റെയും ബിയുടെയും പ്രൊഡക്റ്റ് 6ൻ്റെ ഫാക്ടറാണ്. സോ നമുക്ക് റിലേഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, കാരണം സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പറിലാണ് നമുക്ക്. ഓക്കെ, ഇത് ഫാക്ടർ ഓഫ് 6 സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പറിലാണുള്ളത്, നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. എ ഇൻറ്റു ബി ഫാക്ടർ ഓഫ് 6 ആയിരിക്കണം. അപ്പോൾ 6ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് വരിക? 6ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1 2 3 6. എ ഇൻറ്റു ബി എന്ന് പറയുന്നത് 6ൻ്റെ ഫാക്ടർ ആയിരിക്കണം. സോ എൻ്റെയും ബിൻ്റെയും പ്രോഡക്റ്റ് 6ൻ്റെ ഫാക്ടർ ആയിരിക്കണം. സോ എന്തൊക്കെ എലമെൻറ്റ്സ് ആയിരിക്കും ശരിയെന്ന് നോക്കാം. എൻ്റെയും ബിൻ്റെയും പ്രൊഡക്റ്റാണ് 6ൻ്റെ ഫാക്ടർ ആണ്. സോ 1ഉം 1ഉം റിലേറ്റഡ് ആയിരിക്കും. 1ൻ്റെയും പ്രൊഡക്റ്റ് 6ൻ്റെ ഫാക്ടറാണ്. ദെൻ 1 2 വരും. ദെൻ 1 2 ഉണ്ടെങ്കിൽ നേരെ തിരിച്ച് 2 1 എഴുതി കൂടെ? അതായത് ഈ എൻ്റെയും ബിയുടെയും പ്രൊഡക്റ്റ് 6ൻ്റെ ഫാക്ടർ ആയിരിക്കണം. സോ 1 2 2 1 എഴുതാം. ദെൻ 1 3 തിരിച്ച് 3 1ഉം. ദെൻ 1 4 4 1 1 5. സോറി ബോട്ട് ദിസ് വൺ, ഈ എലമെൻറ്റും വരില്ല, അത്രയല്ലേ. 6ൻ്റെ ഫാക്ടർ ആയിരിക്കും 1 1 1 2 2 1 1 3 3 1 1 6 6 1. ഓക്കെ, വേറെ ഏതെങ്കിലും എലമെൻ്റ് ഉണ്ട്, രണ്ട് എലമെൻറ്റിൻ്റെ പ്രൊഡക്റ്റ് 6ൻ്റെ ഫാക്ടർ ആയിരിക്കണം. സോ 1 6 എടുത്ത് 1 വരുന്ന എല്ലാ എലമെൻറ്റ്സും എടുത്തിട്ടുണ്ട്. 2 2 3 നമുക്ക് 2 3 ഇൻക്ലൂഡ് ചെയ്യിക്കാം. 2ൻ്റെയും 3ൻ്റെയും പ്രൊഡക്റ്റ് 6 ആണ്, അത് 6ൻ്റെ ഫാക്ടറാണ്. ദെൻ 3 2 കൺസിഡർ ചെയ്യാം. ഇത്രയും എലമെൻറ്റ്സ് ആയിരിക്കും റിലേഷനിലുണ്ടാവുക. ദെൻ ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ? റിലേഷൻ നമ്മൾ കംപ്ലീറ്റ് റോസ്റ്റർ ഫോമിൽ എഴുതിയിട്ടുണ്ട്. ദെൻ ക്ലിയർലി 2 2 എന്ന് പറയുന്ന എലമെൻറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. ഓക്കെ, കൺസിഡർ റിലേഷൻ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പറിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ 1 1 2 2 3 3 എക്സെട്ര എൻ എൻ എല്ലാ എലമെൻറ്റും അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. റിലേറ്റഡ് അല്ല, സോ ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ് റിലേഷൻ. ദെൻ സിമെട്രിക് ആണോ? സിമെട്രിക് ആണെന്ന് കാണാം, കാരണം ഈഫ് എ ബി ബിലോങ്സ് ടു ആർ ദെൻ ബി എ ഉണ്ടായിരിക്കണം. എ ബി ഉണ്ട്, തിരിച്ച് ബി എയും ഉണ്ട്, ഇംപ്ലൈസ് ഇ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ, ദാറ്റ് ഈസ് സിമെട്രിക് ആണ്. ദെൻ ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റിവിറ്റി ഇതാണ്. 1 2 ഉണ്ട്, 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന എലമെൻ്റ് ഏതാ ഉള്ളത്? 2 3 ഉണ്ട്. ഓക്കെ, 1 2 2 3 ആ ഫോമിലുള്ള എലമെൻറ്റ്സ് നോക്കുക, സിമെട്രിക് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഒബ്സർവ് ചെയ്യുക. നമുക്ക് 2 3 ഉണ്ട്, 3ൽ എൻഡ് ചെയ്യുന്ന 2 3 ഉണ്ട്, 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 2 ഉണ്ട്. അപ്പോൾ എന്തുണ്ടാവണം? ഇംപ്ലൈസ് ഏത് എലമെൻ്റ് ഉണ്ടാവണം? 2 2 ഉണ്ടാവണം. 2 2 ഉണ്ടാവണം എന്നാണ് പറയുന്നത്. സോ 2 2 ഇല്ല, 2 2 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ, ഇംപ്ലൈസ് നോട്ട് എ സിമെട്രിക് റിലേഷൻ. സോ റിലേഷൻ സിമെട്രിക് മാത്രം, നോട്ട് എ ട്രാൻസിറ്റീവ് റിലേഷൻ. സോ ഈ റിലേഷൻ സിമെട്രിക് മാത്രമാണ്, റിഫ്ലെക്സീവ് ട്രാൻസിറ്റീവും അല്ല. അടുത്ത ചോദ്യം നോക്കുക. ആർ ഈക്വൽ ടു ordered pair xy such that x minus y is an integer. Okay, then the relation is ഏതൊരു ഈക്വലൻസ് റിലേഷൻ ആണ്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇറ്റ് ഈസ് അൻ ഈക്വലൻസ് റിലേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ഈക്വൽ ടു 1 3 3 1 2 2. ആർ റിഫ്ലെക്സീവ് ആണോ? ആർ റിഫ്ലെക്സീവ് അല്ല. 1 1 2 2 1 1ഉം 3 3 ഇല്ല, അതുകൊണ്ട് തന്നെ റിഫ്ലെക്സീവ് അല്ല. സിമെട്രിക് ആണോ? 1 3 ഉണ്ട്, കറസ്പോണ്ടിങ് ആയിട്ട് 3 1ഉം ഉണ്ട്, അതുകൊണ്ട് സിമെട്രിക് ആണെന്ന് കിട്ടും. ഓക്കെ, ദെൻ ട്രാൻസിറ്റീവ് ആണോ? അപ്പോൾ നമുക്ക് പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്, ട്രാൻസിറ്റിവിറ്റിയുടെ കണ്ടീഷൻ വയലേറ്റ് ചെയ്യപ്പെടുന്നില്ലല്ലോ. നോക്കുക, 1 3 ഉണ്ട്, 3 1 ഉണ്ട്, അപ്പോൾ എന്തുണ്ടാവണം?
1 ഉണ്ടാകണമായിരുന്നു, പക്ഷേ 1 ഇല്ല, അതുകൊണ്ട് ട്രാൻസിറ്റീവ് അല്ല. ദെൻ റിഫ്ലെക്സീവ് ബട്ട് നോട്ട് റിഫ്ലെക്സീവ് ആണോ? റിഫ്ലെക്സീവ് അല്ല എന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം റിഫ്ലെക്സീവ് ബട്ട് നോട്ട്, ചോദ്യം ഇൻകംപ്ലീറ്റ് ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഓർഡേഡ് പെയർസ് ടു ഫോം എ നോൺ സീറോ റിഫ്ലെക്സീവ് റിലേഷൻ ഓൺ എ സെറ്റ് ഓഫ് n എലമെന്റ്സ്? ഒരു സെറ്റ് എയിൽ n എലമെന്റ്സ് ഉണ്ട്, 1 മുതൽ n വരെയുള്ള എലമെന്റ്സ് ഉണ്ട്. ദെൻ ഇതൊരു റിഫ്ലെക്സീവ് റിലേഷൻ ആക്കണമെങ്കിൽ എത്ര എലമെന്റ്സ് ഉണ്ടാക്കണം? മിനിമം എത്ര എലമെന്റ്? 1 1 2 2 എക്സെട്ര n വരെയുള്ള എലമെന്റ്സ് ഉണ്ടായിരിക്കണം. സോ ടു ഫോം എ നോൺ സീറോ റിഫ്ലെക്സീവ് റിലേഷൻ സെറ്റ് ഓഫ് n എലമെന്റ്സ്, വാട്ട് ഈസ് ദ മിനിമം ഓർഡേഡ് പെയർസ്? സോ മിനിമം ഓർഡേഡ് പെയർസ് എന്ന് പറയുന്നത് n ഓർഡേഡ് പെയർസ് ഉണ്ടായിരിക്കും. n ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, ഓൺ ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, എസ് ഈസ് എ റിലേഷൻ ഡിഫൈൻഡ് എസ്. എസ് എന്ന് പറയുന്നത് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആറിന് പകരം എസ് എന്ന് ഉപയോഗിച്ചെന്നുള്ള ആർ ഈക്വൽ ടു ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് വൈ ബിലോങ്സ് ടു ആർ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ് വൈ ആണ്. സോ റിലേഷൻ എന്ന് പറയുന്നത്, റിലേഷൻ എസ് എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. റിലേഷൻ എന്ന് പറയുന്നത് എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ആണെങ്കിൽ എക്സും വൈയും റിലേറ്റഡ് ആണ്. ഫൈൻഡ് എ ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എ ഈസ് നെവർ ദ ഫസ്റ്റ് എലമെന്റ്, ആൻഡ് ഓൾസോ ഫൈൻഡ് ബി ബിലോങ്സ് ടു ആർ സച്ച് ബി നെവർ ദ സെക്കൻഡ് എലമെന്റ് ഓഫ് അൺഓർഡേഡ് പെയർസ്. സോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ് വൈ, എക്സും വൈയും റിയൽ നമ്പേഴ്സാണ്. എക്സ് വൈ ബിലോങ്സ് ടു സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഏത് എക്സ് ആണ് ഫസ്റ്റ് എലമെൻ്റായിട്ട് വരാത്തത്, അതുപോലെ തന്നെ ഏത് വൈ ആണ് വരാത്തത്? സോ ആ കണ്ടീഷനാണ് നമ്മൾ എടുക്കേണ്ടത്. സോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ് വൈ എന്നാണ്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ. then ഇതിനകത്ത് നമ്മൾ വൈ എന്താണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്? ഈ വൈനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. വൈ മൈനസ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു, എക്സിനെ റൈറ്റ് സൈഡിലേക്ക് പോയാൽ മൈനസ് എക്സ് എന്ന് കിട്ടും. ദെൻ ഇതിനകത്ത് വൈ നമുക്ക് കോമൺ ആയിട്ട് പുറത്തോട്ട് വെക്കാം. വൈ ഇൻറ്റു 1 മൈനസ് എക്സ്, വൈ ഇൻറ്റു 1 മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ്. ഇംപ്ലൈസ് നമുക്ക് കിട്ടുക y ഈക്വൽ ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ്. സോ ഇതാണ് എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ. എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. സോ ഇവിടെ നമുക്ക് നോക്കുക, എക്സിന് എന്ത് വാല്യൂ ആണ് വരാൻ പാടില്ലാത്തത്? എപ്പോഴാണ് എക്സ് എന്ത് വാല്യൂ കൊടുക്കുമ്പോഴാണ് അൺഡിഫൈൻഡ് ആകുന്നത്? എക്സിന് 1 കൊടുക്കുമ്പോഴാണ്. സോ എക്സ് കനോട്ട് ബി 1. സോ സിമിലർലി നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എക്സ് ഈക്വൽ ടു മൈനസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് വൈ എന്ന് കിട്ടും. സോ വൈയുടെ വാല്യൂ ഒരിക്കലും 1 ആകാൻ പാടില്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഒരിക്കലും വരാത്ത ഓർഡേഡ് പെയർ 1 1 എന്ന് പറയുന്നത് ഈ റിലേഷനിൽ ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, എക്സിനും 1 വരാൻ പാടില്ല, വൈക്കും 1 വരാൻ പാടില്ല. അതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. Are the relation on set of natural numbers defined by a minus b greater than 2 and b greater than 3? ബിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 3, അത് സെക്കൻഡ് എലമെൻറ്റിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 3 ആയിരിക്കണം, എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കണം. സോ ബിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 3 ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ നോക്കുക. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് എലമെൻറ്റ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുന്ന കണ്ടീഷൻ വയലേറ്റ് ചെയ്തു. ഇവിടെ കുഴപ്പമില്ല, എ മൈനസ് ബി, ഇത് ബിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 2 ആണ്, പക്ഷേ അതിൻ്റെ ഡിഫറൻസ് എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കും. ഇതിൻ്റെ ഡിഫറൻസ് 1 ആണ്. സോ ഇവിടെ നോക്കുക, എ മൈനസ് ബി എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം, എ മൈനസ് ബി 5 മൈനസ് 8 എന്ന് പറയുന്നത് -3 ആണ്. അത് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയാൻ പറ്റില്ല. സോ അത് ശരിയല്ല. ദെൻ ഇത് തെറ്റാണ്. ദെൻ ഇവിടെ ബിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 3 ആണ്. ദെൻ എ മൈനസ് ബി 10 മൈനസ് 6 ഈക്വൽ ടു 4 ഗ്രേറ്റർ ദാൻ 2 ആണ്. സോ ഇതായിരിക്കും ശരിയായിട്ടുള്ള എലമെൻറ്റ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ. സോ വളരെ ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ചെയ്ത ചോദ്യങ്ങളുണ്ട്. റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് കണ്ടീഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ചില ചോദ്യങ്ങൾ നമ്മൾ ജനറൽ ആയിട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ജനറൽ ആയിട്ട് തന്നെ പ്രൂവ് ചെയ്യണം. സോ ചില കേസ് നമുക്ക് റിലേഷൻ നമുക്ക് റോസ്റ്റർ ഫോമിൽ കൃത്യമായിട്ട് എഴുതാൻ പറ്റും. റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റുന്ന റിലേഷൻ ആണെങ്കിൽ, എല്ലാ എലമെൻറ്റിനെയും റോസ്റ്റർ ഫോമിൽ കൃത്യമായിട്ട് എഴുതാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ ഡെഫിനേഷൻ കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ ഉപയോഗിച്ച് ജനറലായിട്ട് പ്രൂവ് ചെയ്യണമെന്നില്ല. നമ്മൾ ആദ്യം ചെയ്ത ചോദ്യങ്ങൾ നോക്കുക, അവിടെയൊക്കെ ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ജനറലായിട്ടാണ് ഈ ചോദ്യം നോക്കുക, ഇവിടെ നമ്മൾ ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ കൃത്യമായിട്ട് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിലാണ്. എല്ലാ എലമെൻറ്റ്സും റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റില്ല. അത്തരം എലമെൻറ്റ്സ് വരുമ്പോൾ നമ്മൾ ജനറലായിട്ട് ഡെഫിനേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് എഴുതേണ്ടത്, അല്ലാണ്ട് ഏതെങ്കിലും എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടത്. ഓക്കെ.